ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു ഓട്ടോഡെസ്ക് 3ds മാക്സ് ബിഗിനേഴ്സ് ഗൈഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സ് ആണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ജിയോമെട്രീസ് ആണ് നമ്മുടെ ഈ എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സിനകത്തുള്ളത്. സോ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 3ds മാക്സ് 2019 വേർഷനാണ്. ഞാനൊരു MT പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ Alt+W യൂസ് ചെയ്ത് ഒറ്റൊരു വ്യൂ ആക്കി. ഓക്കെ, ദെൻ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ കമാൻഡ് പാനലിൽ നിന്ന് എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സിലോട്ട് ഞാൻ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹെഡ്ര, ടോറസ് നോട്ട്, ക്യാംഫർ ബോക്സ്, ക്യാംഫർ സിലിണ്ടർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് നോർമലായിരുന്നു, ബോക്സ്, കോൺ, സ്പിയർ, സിലിണ്ടർ, അങ്ങനത്തെ കുറച്ച് പ്ലെയിനൊക്കെ. സോ എക്സ്റ്റൻഡിലേക്ക് വരുമ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പം വലുതായിട്ട് അതിനകത്ത് നോക്കാനും ഇല്ല. സോ നമുക്ക് ഹെഡ്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്രയിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡ്രയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർ 1, സ്റ്റാർ 2, ടെട്ര, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി പാരാമീറ്റേഴ്സ് ഉണ്ട്, ആക്സിസ് സ്കെയിലിംഗ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഫാമിലി പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഹെഡ്രയാണ്. ഓക്കെ, അപ്പം ടെട്ര യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ടെട്ര യൂസ് ചെയ്തപ്പം ഈ ഒരു 3 ഒരു കോൺ പോലെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിരമിഡ് പോലെ ഉണ്ട് അല്ലേ. സോ അത് മാറ്റിയിട്ട് ഞാൻ ക്യൂബാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ക്യൂബിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി അതല്ല ഡോട്ടാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ വരും. സോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫാമിലി പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ മെയിൻലി ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബോൾ ക്രിയേറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം. കണ്ടില്ലേ, നിങ്ങളിവിടെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പും ചേഞ്ച് ആവും, അതുപോലെ തന്നെ സ്കെയിലിംഗ് ചേഞ്ച് ആവുന്നുണ്ട്. കണ്ടില്ലേ, അപ്പം ഇതാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സാണ് നമ്മുടെ ഈ എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പഠിക്കാം. പിന്നെ വെർട്ടിസസ് എന്ന് പറയുന്നത് ബേസിക്സ്, സെൻറ്റർ. ഇത് നമ്മൾ ഏത് വെർട്ടിസസ് ബേസ് ചെയ്ത് വരയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സെൻറ്റർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സൈഡ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. വലിയ ടോപ്പിക്കൊന്നുമല്ല, ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോറസ് നോട്ടാണ്. അതായത് നമ്മൾ ഒരു കെട്ട് പിണഞ്ഞ പോലെ കിടക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ടോറസ് വരച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡിൽ. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഡയമീറ്റർ യൂസ് ചെയ്തു, അതുപോലെ തന്നെ താഴെ സർക്കിളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ നോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് നോട്ടായിട്ട് വന്നിട്ടുണ്ട്, ഒരു കെട്ട് പിണഞ്ഞ പോലെ. കണ്ടില്ലേ, നമുക്ക് ഇതിൻ്റെയൊക്കെ റേഡിയസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ സെഗ്മെൻറ്റ്സ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറയ്ക്കുന്നതിനനുസരിച്ച് അത് കൂട്ടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടിയും കുറയ്ക്കുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടെ റഫായിട്ട് വരികയും ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, സോ നെക്സ്റ്റ് താഴേക്ക് വരുക. റേഡിയസ്, അതിൻ്റെ ട്വിസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി ചേഞ്ച് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മുടെ ഒരു ഡിസൈൻ എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാംഫർ ബോക്സ് ആണ്. ക്യാംഫർ ബോക്സ് എന്ന് പറയുമ്പോൾ ക്യൂബ് ബോക്സ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ബോക്സ് വരയ്ക്കുന്നതിൻ്റെ കൂട്ട് തന്നെ. ഓക്കെ, ഞാൻ ഒരു ക്യാംഫർ ബോക്സാണ് ആദ്യം വരയ്ക്കുന്നത്. ബോക്സ് വരച്ചിട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ മൂവ് ചെയ്യുമ്പോൾ മാത്രം മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസ് സ്മൂത്തായി വരുന്നുണ്ടല്ലേ. അപ്പം ഇതാണ് ക്യാംഫർ ബോക്സ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പം സോഫയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാംഫർ ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സീറ്റിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതേ ഉള്ളൂ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്യൂബിലോട്ട് മാറ്റാം, ക്യൂബായിട്ട് ക്രിയേറ്റ് ചെയ്യാം. കണ്ടില്ലേ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാംഫർ സിലിണ്ടർ ആണ്. ഓക്കെ, ക്യാംഫർ സിലിണ്ടർ സെയിം തന്നെയാണ്. അതിൻ്റെ എഡ്ജ് ബേസ് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ സെൻറ്റർ ബേസ് ചെയ്ത് വരയ്ക്കാം. അതിൻ്റെ റേഡിയസ്, ഹൈറ്റ്, ഫില്ലറ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒരു ക്യാംഫർ ബോക്സ് വരച്ചു. കണ്ടോ, അതിൻ്റെ എഡ്ജസ് നമുക്ക് കുറച്ച് സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സെഗ്മെൻറ്റ് കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂടും, കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ കണ്ടില്ലേ, കറക്റ്റ് അതൊരു സർക്കിൾ പോലെ ആയിരുന്നു, സിലിണ്ടർ പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സൈഡ് 3 കൊടുത്തപ്പം അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കുറഞ്ഞ് വന്നിട്ടുണ്ട്, ഒരു 3 സൈഡായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ ടാങ്ക് ആണ്. സെയിം ആ ഒരു യൂസ് തന്നെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എഡ്ജ് ബേസ്ഡ്, സെൻറ്റർ ബേസ്ഡ്, എല്ലാം ക്രിയേഷൻ മെത്തേഡ് വ്യത്യസ്തമാണ്. പിന്നെ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ സ്ലൈസ് ഓൺ, സ്മൂത്ത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഓക്കെ, എന്തേ ഒരു സ്ലൈസ് ഓൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ലൈസ് കട്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ സ്ലൈസ് 2 കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഓവറാൾ അല്ലെങ്കിൽ സെൻറ്റർ, അങ്ങനെ നിങ്ങൾക്ക് ഞാനിപ്പോൾ സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം ഞാനിപ്പോൾ ഓവറാൾ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ക്യാപ്സ്യൂളിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു ക്യാപ്സ്യൂളിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ക്യാപ്സ്യൂൾ പോലെ ഒരു ടാബ്ലറ്റ് പോലെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ്. ഇതിനും നമുക്കിവിടെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓവറാൾ, സെൻറ്റർ, അങ്ങനെ സ്മൂത്ത്, സ്ലൈസ് ഓൺ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പം സ്പിൻഡിൽസ് ആണ്. സ്പിൻഡിൽ എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ വരച്ചെന്ന് വെച്ചോ, ഇങ്ങനെ വരച്ചിട്ട് മുകളിലേക്ക് ഒരു ഇതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടർ വരയ്ക്കുന്ന പോലെ തന്നെ, പക്ഷേ അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നല്ല പോയിൻറ്റഡ് ആയിട്ടായിരിക്കും കിട്ടും. കണ്ടില്ലേ, അതിനും എഡ്ജ് ബേസ്ഡ്, സെൻറ്റർ ബേസ്ഡ് ആണ്. റേഡിയസ് ഒക്കെ ചേഞ്ച് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വലുതായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു ഡിസൈൻ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ കുറേ ഇതില്ലേ, ജിയോമെട്രിയില്ലേ, അപ്പം അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് 3ds Max ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അല്ല ചുമ്മാ നമുക്ക് കാണാൻ വേണ്ടിയല്ല, നമുക്കിത് തന്നെ മോഡിഫൈ ചെയ്തിട്ട് പലയിടത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ LX ആണ്. അതെന്ന് പറയുന്നത് L ഷേപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അതിൻ്റെ വിഡ്ത്ത് അതുപോലെ തന്നെ ഹൈറ്റ് കണ്ടില്ലേ. ചുമ്മാ ഇങ്ങനെ എല്ല് വരച്ച് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് കോർണേഴ്സ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. അപ്പം അത് ക്രിയേഷൻ മെത്തേഡാണ്. ഓക്കെ, പിന്നെ വിഡ്ത്ത്, സൈഡ് വിഡ്ത്ത്, രണ്ടെണ്ണത്തിൻ്റെ സൈഡ് വിഡ്ത്ത്. ഇപ്പം നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് പലയിടത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതും കളയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് CX ആണ്. അത് നമുക്ക് സെയിം തന്നെ, LXൻ്റെ കൂട്ട് തന്നെ CX നമുക്ക് C ഷേപ്പിൽ നമുക്ക് ഇപ്പം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. വലുതായിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാനൊന്നുമില്ല. പിന്നെ ഗോണാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ്. കണ്ടില്ലേ, അതിൻ്റെ എഡ്ജസ് കുറച്ച് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. നെക്സ്റ്റ് എന്ന് പറയുമ്പം റിംഗ് വേവ് ആണ്. റിംഗ് വേവ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. താഴേക്ക് വരികയാണെങ്കിൽ റേഡിയസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ റേഡിയൽ സെഗ്മെൻറ്റ്, റിംഗ് വിഡ്ത്ത്, സൈഡ്സ്, പിന്നെ ഹൈറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പം ഹോസാണ്. ഹോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം ഈ ഷോക്ക് അബ്സോർബറൊക്കെ പോലെ ഒരു സ്ട്രക്ചർ, അത്രേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ റൗണ്ട് ഹോസ് ഉണ്ട്, റെക്റ്റാങ്കിൾ ഹോസ് ഉണ്ട്, അല്ലെങ്കിൽ ഡി ഹോസ് ഉണ്ട്, ഡി സെക്ഷൻ. കണ്ടില്ലേ, അതിനെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ഇത് വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. നിങ്ങളിപ്പം ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ, അടുത്ത പ്രിസമാണ്, നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന്. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. പിന്നെ ഇതെവിടെ യൂസ് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഒരു കഴിവെന്ന് പറയുന്നത്. കാരണം എനിക്കിപ്പോൾ ഒരു വോൾ ക്രിയേറ്റ് ചെയ്യണം, ചെറിയൊരു റൂം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് LX അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്